ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മളുടെ ഈ സ്റ്റോറിയിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് റോസ പാർക്സ് തന്നെയാണ്. അവരൊരു ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ ആണ്. അതായത് ആഫ്രിക്കയാണ് അവരുടെ ഒറിജിൻ, പക്ഷേ അവർ ജീവിക്കുന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റോറി നടക്കുന്ന സമയത്ത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ നിലനിന്നിരുന്ന കാലമാണ്. അത് നമ്മൾ മൈൻഡിൽ എപ്പോഴും വെക്കേണ്ടതാണ്. അപ്പോൾ റോസ പാർക്സ് സാധാരണ ഒരു കുടുംബത്തിലെ സ്ത്രീയാണ്. ഡെയിലി ജോലിക്ക് പോയി വരുന്ന ആളാണ്. ഡ്രസ് മേക്കേഴ്സിൻ്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു നല്ല ഫാമിലിയാണ്, നല്ല സ്നേഹസമ്പന്നമായ ഒരു ഫാമിലിയാണ് അവർക്കുള്ളത്. അപ്പോൾ താൻ ജീവിക്കുന്ന ആ ഒരു കൺട്രിയിലെ റൂൾസ് എല്ലാം തന്നെ ഒബൈ ചെയ്തുകൊണ്ടാണ് റോസ പാർക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു റൂള് പോലും വയലേറ്റ് ചെയ്യണമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അവർ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അന്ന് വളരെ ടയേർഡായിട്ടാണ് അവർ തിരിച്ച് പോരുന്നത്. കാരണം അന്നത്തെ വർക്ക് കുറച്ച് ഹെവിയർ ആയിരുന്നു. അപ്പോൾ അവർ ബസ്സിൽ കയറിയ സമയത്ത് ബസ്സിൽ ഒരുപാട് സീറ്റ് എംപ്റ്റി ആയിട്ടുണ്ട്. അതായത് ഒഴിവായി കിടക്കുന്നുണ്ട്, ആളുകളൊന്നുമില്ല, പാസഞ്ചേഴ്സൊന്നും ഇല്ല. അപ്പോൾ അവരൊരു സീറ്റിലിരുന്നു. അവരുടെ കാലുകൾ വളരെ തളർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആകെ ഒന്ന് ഇരിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു മൈൻഡിലുണ്ടായിരുന്ന കാര്യം. കാരണം എന്താണ്, അവർ വർക്ക് ചെയ്ത് അത്രയും ടയേർഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ബസ്സിലുള്ള ഡ്രൈവർ ഇവരെ ശ്രദ്ധിക്കുന്ന സമയത്ത് അറിയേണ്ടിയിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അവർ വൈറ്റ് ലേഡി ആണോ എന്നുള്ളത്. പക്ഷേ ഇവർ ടയേർഡാണോ എന്നോ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നോ ഇതൊന്നും അല്ല ശ്രദ്ധിച്ചത്. ആകെ അവർ വൈറ്റ് ആണോ എന്ന് മാത്രമാണ് നോക്കിയത്. പക്ഷേ അല്ല, അവരെന്താണ്, ബ്ലാക്ക് ലേഡിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇവർ ബസ്സിൽ ഇരിക്കുകയാണ്. അപ്പം ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ടൊരു വാണിംഗ് ബെല്ല് അടിക്കുമല്ലോ. അപ്പം വാണിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വളരെ തിക്കും തിരക്കും ഒക്കെ കൂട്ടിയിട്ട് ബസ്സിലേക്ക് കയറി വരികയാണ്. അങ്ങനെ കയറി വരുന്ന സമയത്ത് ഓരോ വൈറ്റ് പാസഞ്ചേഴ്സ് കയറുന്ന സമയത്തും ഇരിക്കുന്ന ഓരോ ബ്ലാക്ക് പാസഞ്ചേഴ്സും എഴുന്നേറ്റ് കൊടുക്കുന്നുണ്ട്. എഴുന്നേറ്റ് കൊടുക്കുക മാത്രമല്ല, അവർ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ബാക്ക് ഡോർ വഴി പിന്നീട് കയറി ഒരു സ്റ്റാൻഡിങ് പാസഞ്ചറായിട്ട് യാത്ര ചെയ്യണം. അതാണ് അവരുടെ റൂള്. അത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. That day, all the sitting black passengers gave up their seats except Rosa. അപ്പോൾ ആ ഒരു ദിവസം എല്ലാ ബ്ലാക്ക് പാസഞ്ചേഴ്സും, ആ ബസ്സിൽ സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന എല്ലാ ബ്ലാക്ക് പാസഞ്ചേഴ്സും അവരുടെ സീറ്റുകൾ വൈറ്റ് പാസഞ്ചേഴ്സിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു. ആരൊഴികെ? റോസ പാർക്സ്. ഓക്കെ, എക്സെപ്റ്റ് റോസ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോസ ഒഴികെ ബാക്കിയുള്ള ഇരിക്കുന്ന ബ്ലാക്ക് പാസഞ്ചേഴ്സ് എല്ലാം വൈറ്റ് പാസഞ്ചേഴ്സ് വന്ന് കയറുന്ന സമയത്ത് അവരുടെ സീറ്റുകൾ ഒഴിഞ്ഞു കൊടുത്തു. ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ്. പക്ഷേ റോസ അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എ വൈറ്റ് പാസഞ്ചർ സ്റ്റൂഡ് അറ്റ് ദ ഡോർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹർ. അപ്പോൾ ഒരു വൈറ്റ് പാസഞ്ചർ വന്നിട്ട് ഈ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് റോസ പാർക്സിനെ ഇങ്ങനെ നോക്കുകയാണ്. സ്റ്റിൽ ഷീ ഡിഡ് നോട്ട് മൂവ്. അപ്പോഴും അവൾ എന്ത് ചെയ്തില്ല, അവിടെ നിന്ന് മാറിയില്ല. ആ ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുത്തില്ല. ഷീ സാറ്റ് സ്റ്റിൽ. അവൾ ആ ഒരു സീറ്റിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിക്ക് റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ റോസ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇറ്റ് വാസ് ടൈം ഫോർ ദ ബസ് ടു ലീവ്. അപ്പോൾ ബസ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ബട്ട് ഹൗ കുഡ് ദ ഡ്രൈവർ സ്റ്റാർട്ട്? പക്ഷേ എങ്ങനെയാണ് ആ ഡ്രൈവറിന് ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക? എന്തുകൊണ്ടാണ്? എ വൈറ്റ് പാസഞ്ചർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. ഒരു വൈറ്റ് പാസഞ്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഡോറിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് എ ബ്ലാക്ക് പാസഞ്ചർ വാസ് നോട്ട് ഗെറ്റിംഗ് അപ്പ്. അതുമാത്രമല്ല, ബ്ലാക്ക് പാസഞ്ചർ എന്ത് ചെയ്ത് കൊടുത്തിട്ടില്ല? ആ ഒരു സീറ്റ് വൈറ്റ് പാസഞ്ചറിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ ഒരു ഡ്രൈവറിന് ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. അതൊരു വലിയ അപരാധമാണ് കേട്ടോ അവിടെ. അതർ പാസഞ്ചേഴ്സ് ഗ്രൂ ഇംപേഷ്യൻറ്റ്. ബാക്കിയുള്ള യാത്രക്കാർക്കൊക്കെ ക്ഷമ നശിച്ചു. കാരണം ഒരു ബ്ലാക്ക് ലേഡി അവിടെ ഇരിക്കുകയാണ്, ഒരു വൈറ്റ് മാൻ അവിടെ ഒരു ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത്. ആ ഒരു മുഴുവൻ സീറ്റുകളിലും ഇപ്പോൾ ഇരിക്കുന്നത് ആരാണ്? വൈറ്റ് പീപ്പിൾസ് ആണ്, എക്സെപ്റ്റ് റോസ. റോസ മാത്രമാണ് ഒരു ബ്ലാക്ക് ലേഡി ആയിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പം അത് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അവർക്കൊക്കെ ക്ഷമ നശിക്കുകയാണ്. കാരണം ബസ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ഒരു ബ്ലാക്ക് ലേഡി എഴുന്നേറ്റ് കൊടുത്തിട്ട് വൈറ്റ് മാൻ അവിടെ ഇരിക്കണം. അതൊന്നും സംഭവിക്കുന്നില്ല, ബസ്സും പോകുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ ക്ഷമ നശിച്ച് നിൽക്കുകയാണ്. ദേ ഗേവ് ഹർ ആംഗ്രി ലുക്സ്. അവരെല്ലാവരും എന്താ ചെയ്യുന്നത്? അവളെ ദേഷ്യത്തോടു കൂടി നോക്കി.
ദേ മട്ടേർഡ് കേഴ്സസ് അറ്റ് ഹർ. അവരെന്താണ് അങ്ങനെ പിറുപിറുക്കുകയും അവളെങ്ങനെ പ്രാഗുക എന്നൊക്കെ പറയില്ലേ, ശപിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇവളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോസ നെയ്തർ സ്പോക്ക് നോർ സ്റ്റേഡ്. അവളെന്താണ് ഒന്നും സംസാരിച്ചുമില്ല, യാതൊന്നും മൈൻഡാക്കിയില്ല, അതേ ഇരിപ്പ് അവിടെ ഇരിക്കുകയാണ്. ഷീ സാറ്റ് സ്റ്റിൽ. അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഷീ വാസ് തിങ്കിങ് വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്. അവൾ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ എഴുന്നേറ്റ് കൊടുക്കുന്നത്. ഐ ഹാവ് പെയ്ഡ് ദ സെയിം ആസ് ദ വൈറ്റ് പാസഞ്ചർ ഹാസ് പെയ്ഡ്. വൈറ്റ് പാസഞ്ചർ എത്രയാണോ പൈസ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഞാനും പേ ചെയ്തിട്ടുണ്ട്. ബസ് ഫെയർ ഞാനും കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു കിഴിവോ കുറവോ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ എന്താണ്, വൈറ്റ് പാസഞ്ചർ കൊടുത്ത അതേ ബസ് ഫെയർ തന്നെയാണ് റോസാ പാർക്സും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനെന്തിനും എഴുന്നേറ്റ് കൊടുക്കണം എന്നാണ് അവൾ ചിന്തിക്കുന്നത്. മൈ ടിക്കറ്റ് ഈസ് നോട്ട് എ സെൻറ്റ് ചീപ്പർ ദാൻ ഹിസ്. എൻ്റെ ടിക്കറ്റ് ഒരല്പം പോലും ഒരംശം പോലും അദ്ദേഹത്തിൻ്റെ ടിക്കറ്റിനേക്കാൾ ചീപ്പറല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, സെയിം ഫെയർ ആണ് രണ്ടുപേരും പേ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ ആം മോർ ടയേർഡ് ദാൻ ഹീ ഈസ്. അത് മാത്രമല്ല, ഞാൻ എന്താണ് ആ നിൽക്കുന്ന വൈറ്റ് മാനിനേക്കാളും ഞാനാണ് ടയേർഡ്. എനിക്കാണ് കൂടുതൽ ക്ഷീണമുള്ളത്. ആൻഡ് ഹീ ഈസ് നെയ്തർ ഓൾഡ് നോർ ഡിസേബിൾഡ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഓൾഡ് ഒരു പ്രായമായിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും ഒരു വൈകല്യമുള്ള ആളോ ഒന്നും അല്ല. പിന്നെ ഞാൻ എന്തിനാ എഴുന്നേറ്റ് കൊടുക്കണം. വൈ ഷുഡ് ഐ ഗീവ് അപ്പ് മൈ സീറ്റ്. എന്തിനാണ് ഞാൻ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത്. ഹീ ഈസ് ആസ്കിങ് ഫോർ ദ സീറ്റ് ബിക്കോസ് ഹീ ഈസ് എ വൈറ്റ്. അപ്പം അദ്ദേഹം ഈ ഒരു സീറ്റ് അവളോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അയാൾ ഒരു വൈറ്റ് മാൻ ആയതുകൊണ്ടാണ്. ദാറ്റ് കാൻ ബി റൈറ്റ്. അതൊരിക്കലും ശരിയായ കാര്യമല്ല. ദാറ്റ് മൊമെൻറ്റ് റോസ മെയ്ഡ് എ ഡെസിഷൻ. ആ ഒരു നിമിഷം റോസ ഒരു കാര്യം തീരുമാനിച്ചു. ദിസ് റൂൾ ഈസ് അൺഫെയർ. ഈ നിയമം അൺഫെയർ ആണ്, നല്ലതല്ല, ശരിയായതല്ല. ആൻഡ് റൂൾസ് ഓട്ട് ടു ബി ഫെയർ. നിയമങ്ങൾ എപ്പോഴും എന്തായിരിക്കണം, ശരിയായതായിരിക്കണം. ഇഫ് എ റൂൾ ഈസ് അൺഫെയർ ഇറ്റ് ഓട്ട് ടു ഗോ. ഒരു നിയമം അത് ശരിയായതല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഓട്ട് നോട്ട് ടു ബി ഇൻ ദ റൂൾ ബുക്ക്. ശരിയായ ഒരു നിയമം അല്ല എങ്കിൽ അതൊരിക്കലും ഒരു നിയമപുസ്തകത്തിൽ ഉണ്ടാവാൻ പാടില്ല. ദെയർഫോർ ഇറ്റ് ഓട്ട് നോട്ട് ടു ബി ഒബെയ്ഡ്. അതുകൊണ്ട് തന്നെ ആ നിയമം നമ്മൾ ഒബേ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഇഫ് പീപ്പിൾ ഗോ ഓൺ ഒബേയിങ് സച്ച് എ ബാഡ് റൂൾ ഇറ്റ് വിൽ സ്റ്റേ ഇൻ ദ ബുക്ക് ഫോർ എവർ. ഒരുപക്ഷെ ആളുകൾ ഇത്തരത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള നല്ല രീതിയിലല്ലാത്ത നിയമങ്ങൾ ഒബേ ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു റൂള് ബുക്കിൽ എന്നേക്കുമായിട്ട് നിലനിൽക്കും. ഓക്കെ, റൂൾ ബുക്കിൽ അത് ഉണ്ടാവും. അതായത് ആളുകൾ അത് ഒബേ ചെയ്യുന്ന സമയത്ത് അതൊരു റൂളായി തന്നെ നിയമപുസ്തകത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ സമ്മൺ ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ് സം ഡേ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെങ്കിലും ഈ ഒരു കാര്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലേ. ഐ തിങ്ക് ദാറ്റ് ഡേ ഹാസ് അറൈവ്ഡ്. എനിക്ക് തോന്നുന്നു ആ ഒരു ദിവസം വന്നെത്തിയിട്ടുണ്ട് എന്ന്. അപ്പം നമ്മളുടെ റോസാ പാർക്സ് അത്തരത്തിലുള്ള ഒരു റൂളിനെതിരായിട്ട് റിയാക്ട് ചെയ്യാൻ പോവുമായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഒരു സീറ്റിൽ നിന്ന് വൈറ്റ് പാസഞ്ചറിന് എഴുന്നേറ്റ് കൊടുക്കാതെ. ആ വൈറ്റ് പാസഞ്ചർ ഒരു പക്ഷേ ഓൾഡ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ഒരാളോ ആയിരുന്നെങ്കിൽ റോസാ പാർക്സ് എഴുന്നേറ്റ് കൊടുത്തേനെ. പക്ഷേ അത്തരത്തിലുള്ള ഒരാളല്ല. അദ്ദേഹം വൈറ്റ് മാൻ ആയതുകൊണ്ട് മാത്രം, ഈ ഇരിക്കുന്നതൊരു ബ്ലാക്ക് ലേഡി ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് അല്ലേ. അതൊരു അൺഫെയർ ആയിട്ടുള്ള റൂള് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. നൗ വെൻ റോസ ഡിഡ് നോട്ട് ഗെറ്റ് അപ്പ് ദ ഡ്രൈവർ ഗോട്ട് ആംഗ്രി. ഇപ്പോൾ റോസ ആ ഒരു സീറ്റിൽ നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ ഡ്രൈവർ ദേഷ്യപ്പെടും. If he let her sit and left a white passenger standing, he was breaking the law. അപ്പോൾ ആ ഒരു ഡ്രൈവർ റോസേനെ അവിടെ ഇരുന്ന് സഞ്ചരിക്കാൻ അനുവദിക്കുകയും ഒരു വൈറ്റ് പാസഞ്ചറിനെ നിന്ന് യാത്ര ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഡ്രൈവർ എന്താണ് ചെയ്യുന്നത്, ബ്രേക്കിംഗ് ദ ലോ, ആ ഒരു നിയമത്തെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു തെറ്റായ കാര്യമാണ് അല്ലേ. ആ നിയമം തെറ്റാണ്, പക്ഷേ എങ്കിലും ആ നിയമത്തെ വയലേറ്റ് ചെയ്യുകയാണ് ഡ്രൈവർ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, ഹി ആൻഡ് ഹിസ് കമ്പനി കുഡ് ബി പണിഷ്ഡ് ഫോർ ഇറ്റ്. അപ്പം ആ ഒരു ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ കമ്പനിയും ഈ ഒരു നിയമം ലംഘിച്ചതിന് പണിഷ് ചെയ്യപ്പെടും. ഓക്കെ, ശിക്ഷിക്കപ്പെടും. ഹി ഗോട്ട് അപ്പ് ഫ്രം ഹർ സീറ്റ്. അപ്പോൾ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദ ബാക്ക് ഹി ഓർഡേർഡ് ബട്ട് റോസ സാറ്റ് സ്റ്റിൽ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബാക്കിലേക്ക് പോയി. എന്നിട്ട് റോസയോട് ഓർഡർ ചെയ്യുകയാണ് എഴുന്നേറ്റ് കൊടുക്കാൻ. പക്ഷേ റോസ എന്താ ചെയ്തത്, റോസ സാറ്റ് സ്റ്റിൽ. റോസ അവിടെ തന്നെ ഇരുന്നു, യാതൊരു മൈൻഡും കൊടുത്തിട്ടില്ല. ഐ ടോൾഡ് യു ടു ഗെറ്റ് അപ്പ്.
ഹി സെറ്റ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ നിന്നോട് പറയുന്നത് എഴുന്നേൽക്കാനാണ്. ബട്ട് റോസ ഡിഡ് നോട്ട് മൂവ്. പക്ഷേ റോസ എന്ത് ചെയ്തില്ല, മൂവ് ചെയ്തതേ ഇല്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് അപ്പ്. അവൾ എഴുന്നേറ്റില്ല. ദി ഡ്രൈവർ ഗോട്ട് ഓഫ് ദ ബസ് ആൻഡ് ബ്രോട്ട് ദ പോലീസ് ഇൻ. അപ്പം ഡ്രൈവർ എന്ത് ചെയ്തു, ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നു. ദേ അറസ്റ്റഡ് റോസ. എന്നിട്ട് റോസേനെ പോലീസുകാർ ബസ്സിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. എന്നിട്ടോ സെറ്റ് ഷീ ഹാഡ് ബ്രോക്കൺ ദ ലോ. എന്നിട്ട് എന്താ പറഞ്ഞത്, റോസ ആ ഒരു നിയമം അത് ലംഘിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് സെൻഡ് ഹെർ ടു ജയിൽ. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, സെൻഡ് ഹെർ ടു ജയിൽ, അവളെ ജയിലിലേക്ക് അയച്ചു. ദ ന്യൂസ് ഓഫ് റോസാസ് അറസ്റ്റ് സൂൺ സ്പ്രെഡ് ഓൾ ഓവർ ദ ടൗൺ. അപ്പം റോസയെ അറസ്റ്റ് ചെയ്ത ആ ഒരു വാർത്ത ടൗണിൽ മുഴുവൻ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്തു. ദ ബ്ലാക്ക് പീപ്പിൾ ഓഫ് മോൺഗോമറി ഡിസൈഡഡ് ടു ഫൈറ്റ് ഫോർ ഹെർ ടു കം ഔട്ട് ഓഫ് ജയിൽ. അപ്പം ആ മോൺഗോമറിയിലുള്ള ബാക്കി ബ്ലാക്ക് പീപ്പിൾസ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുകയാണ്, അവർ തീരുമാനിക്കുകയാണ് റോസയെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്, എന്താണ്, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദേ ന്യൂ ദേ കുഡ് നോട്ട് ഫൈറ്റ് വിത്ത് ദ പോലീസ്. അവർക്കറിയാവുന്ന കാര്യമാണ്, അവർക്ക് എന്താണ്, പോലീസിനെതിരായിട്ട് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദേ ഡിസൈഡ് ടു ഫൈറ്റ് വിത്ത് ദ ബസ് കമ്പനി ഇൻസ്റ്റഡ്. പക്ഷേ അതിന് പകരമായിട്ട് അവർ എന്താണ് ചെയ്തിട്ടുള്ളത്, ബസ് കമ്പനിക്കെതിരെയാണ് അവർ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് റോസേനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ദേ ബോയ്ക്കോട്ടഡ് ദ ബസ്സസ്. അവർ എന്താണ്, ബസ്സിൽ കയറുന്നതൊക്കെ ബഹിഷ്കരിക്കുകയാണ്. ദിസ് മീൻസ് ദേ സ്റ്റോപ്ഡ് യൂസിങ് ദം. ഓക്കെ, ബോയ്ക്കോട്ടഡ് മീൻസ് എന്താണ്, അവർ ആ ഒരു ബസ്സിൽ കയറുന്നത്, ആ ബസ് യൂസ് ചെയ്യുന്നത് അവർ നിർത്തുകയാണ്. നോ ബ്ലാക്ക് പാസഞ്ചർ ദേ സെറ്റ്. ഒരു ബ്ലാക്ക് പാസഞ്ചറും എന്ത് ചെയ്യില്ല, ബസ്സിൽ കയറില്ല. വിൽ യൂസ് ദ സിറ്റി ബസ്സസ് അൺടിൽ റോസ ഇസ് ഫ്രീ. റോസ ആ ഒരു ജയിലിൽ നിന്ന് ഫ്രീ ആകുന്നത് വരെ സിറ്റി ബസ്സസ് ഒന്നും തന്നെ ബ്ലാക്ക് പീപ്പിൾസ് യൂസ് ചെയ്യില്ല എന്ന് പറയാണ്. ഇൻസ്റ്റെഡ് ദേ വെൻറ്റ് ടു വർക്ക് ഇൻ പ്രൈവറ്റ് കാർസ് ആൻഡ് ഷെയർഡ് ദ കോസ്റ്റ് ഓഫ് ടാക്സീസ്. അപ്പോൾ ബസ്സിൽ പോകുന്നതിന് പകരം അവർ പ്രൈവറ്റ് ആയിട്ടുള്ള കാറുകളിലും ടാക്സീസിലും ഒക്കെ ഫെയർ ഷെയർ ചെയ്തുകൊണ്ട്, അതായത് കൂലി, വണ്ടിക്കൂലി ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, വർക്കിന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ച് പേർക്ക് ഇപ്പോൾ ഒരേ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പം അവർ ഒരുമിച്ച് ഒരു കാറിൽ കയറിയിട്ട് അതിൻ്റെ വണ്ടിക്കൂലി ഉണ്ടാവുമല്ലോ, അത് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് അവർ യാത്ര ചെയ്യാനുള്ള ഒരു മാർഗം ബസ്സിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ചൂസ് ചെയ്തത്. ഓക്കെ, ദ മോൺഗോമറി ബസ് ബോയ്ക്കോട്ട് വെൻറ്റ് ഓൺ ഇൻ ദിസ് വേ ഫോർ മോർ ദാൻ എ ഇയർ. അപ്പം ഈ ഒരു ബസ് ബോയ്ക്കോട്ട്, ബസ്സിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ടാക്സിയിലൊക്കെ പോകുന്ന കാര്യം ഒരു വർഷം വരെ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ലാസ്റ്റഡ് എക്സാക്ട്ലി 381 days. ശരിക്കും 381 ദിവസം ഈ ഒരു ബോയ്ക്കോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, നിലനിന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദ ബോയ്ക്കോട്ട് ദ ബസ് കമ്പനി ലോസ്റ്റ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ആ ഒരു ബോയ്ക്കോട്ടിൻ്റെ സമയത്ത് ബസ് കമ്പനിക്ക് നഷ്ടമായിട്ടുള്ളത് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്, ഒരുപാട് പണം നഷ്ടമായിട്ടുണ്ട്. ദിസ് വാസ് ബിക്കോസ് ദർ വർ മെനി മോർ ബ്ലാക്ക് ബസ് യൂസേഴ്സ് ദാൻ വൈറ്റ് യൂസേഴ്സ്. അപ്പോൾ എന്താണ്, വൈറ്റ് പാസഞ്ചേഴ്സ് ബസ് യൂസ് ചെയ്തതിനേക്കാളും ഒരുപാട് അധികമാണ് ബ്ലാക്ക് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് പാസഞ്ചേഴ്സാണ് ഒരുപാടുണ്ടായിരുന്നത് വൈറ്റ് പാസഞ്ചേഴ്സിനെ താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്തായാലും ബസ് ഫെയർ ഒക്കെ സെയിം ആണല്ലോ, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആയാലും വൈറ്റ് പാസഞ്ചേഴ്സ് ആയാലും ബസ്സിൻ്റെ വണ്ടിക്കൂലി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ബ്ലാക്ക് പാസഞ്ചേഴ്സാണ് ഒരുപാടുള്ളതെന്ന് പറയുന്നു, അപ്പോൾ വൈറ്റ് പാസഞ്ചേഴ്സ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ എന്തായാലും നഷ്ടമാണ് ഉണ്ടാവുക. ബിക്കോസ് എന്താണ്, ബോയ്ക്കോട്ടിൻ്റെ സമയത്ത് ബസ് ഈ വൈറ്റ് പാസഞ്ചേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ബഹിഷ്കരിച്ചിരിക്കുന്ന സമയമാണല്ലോ. വിതൗട്ട് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ബസ്സസ് റാൻ ഓൾമോസ്റ്റ് എംപ്റ്റി. ഓക്കെ, എന്താ പറയുന്നത്, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഇല്ലാതെ ഓൾമോസ്റ്റ് ഈ ബസ്സുകളൊക്കെ എന്താണ്, എംപ്റ്റി ആയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താണ്, അത്രയധികമായിരുന്നു ബ്ലാക്ക് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം, ബസ് യാത്രാമാർഗമായിട്ട് ഉപയോഗിച്ചിരുന്ന ബ്ലാക്ക് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ എന്തായാലും എന്താണ്, വൈറ്റ് പാസഞ്ചേഴ്സ് ആണുള്ളത്, അപ്പോൾ അത് കുറവാണ്, താരതമ്യേന കുറവാണ്. സോ എന്തുകൊണ്ട് തന്നെ എന്താണ്, ബസ് വളരെ എംപ്റ്റി ആയിട്ടാണ് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ശൂന്യമായിരുന്നു. ഓക്കെ, മീൻവൈൽ റോസ പാർക്സ് വാസ് ട്രൈഡ് ഇൻ എ കോർട്ട് ലോ. അപ്പം ഇതിനിടയ്ക്ക് റോസ പാർക്സിനെ നിയമത്തിന് മുൻപിൽ ഹാജരാക്കുകയാണ്, കോടതിക്ക് മുൻപിൽ. ദ ജഡ്ജ് ഓർഡേർഡ് ഹെർ ടു പേ എ ഫൈൻ. അപ്പോൾ ജഡ്ജ് അവളോട് ഓർഡർ ചെയ്യുകയാണ് എന്താണ്, ഫൈൻ അടയ്ക്കണമെന്ന്. ഹി സെഡ് ഷീ ഹാഡ് ബ്രോക്കൺ ദ ലോ ഓഫ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ മീൻസ് വേർതിരിവ്, അതായത് എന്താണ്, കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വേർതിരിവുണ്ടല്ലോ, അപ്പോൾ
അതിൻ്റെ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് ഇവൾ ലംഘിച്ചിട്ടുള്ളത്, വേർതിരിവിൻ്റെ നിയമമാണ് ലംഘിച്ചിട്ടുള്ളത് എന്ന് ആര് പറയാണ്, ജഡ്ജ് പറയാണ്. അതുകൊണ്ട് ഫൈൻ അടയ്ക്കണം എന്ന് പറയാണ്. റോസാസ് ലോയേഴ്സ് അഡ്വൈസ്ഡ് ഹെർ നോട്ട് ടു പേ ദ ഫൈൻ ആൻഡ് ഷീ ടുക്ക് ദെയർ അഡ്വൈസ്. അപ്പം റോസേൻ്റെ ലോയേഴ്സ് എന്താണ്, വക്കീലന്മാർ എന്താണ് അവളോട് പറഞ്ഞിട്ടുള്ളത്, ഫൈൻ അടയ്ക്കരുത്, കാരണം ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഇവർക്ക് നീതി കിട്ടാതിരിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫൈൻ അടയ്ക്കേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ ആ ഒരു അഡ്വൈസ് അവൾ അംഗീകരിക്കുകയാണ്, അവൾ ഫൈൻ അടയ്ക്കുന്നില്ല. ദെൻ ദേ വെൻ ടു ദ ഹയർ കോർട്ട്സ്. പിന്നെ അവരെന്ത് ചെയ്തു, കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് പോവുകയാണ്. ആൻഡ് ഫൈനലി ടു ദ ഹയസ്റ്റ് കോർട്ട്, ദ അമേരിക്കൻ സുപ്രീം കോർട്ട്. അങ്ങനെ അവസാനം അവരെവിടെ എത്തി, അമേരിക്കൻ സുപ്രീം കോർട്ടിലെത്തി. ഹയസ്റ്റ് കോർട്ടാണ് കേട്ടോ. The judges of the Supreme Court said that segregation was unlawful in public transport services. അപ്പോൾ സുപ്രീം കോടതിയിലുള്ള ജഡ്ജസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസസ്, അതായത് പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന സംവിധാനം, അതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസസിൽ ഒരിക്കലും സെഗ്രിഗേഷൻ, വേർതിരിവൊന്നും പാടില്ല, കറുത്തവർ വെളുത്തവർ അങ്ങനത്തെ വേർതിരിവൊന്നും പാടില്ല. ദേ സെഡ് ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ദ കൺട്രി. അപ്പോൾ ഈ ജഡ്ജിമാർ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ദ കൺട്രി, ഇത് ആ രാജ്യത്തെ നിയമത്തിന് എതിരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എന്താണ്, അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കാൻ പാടില്ല, അത് ആ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണെന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലൊരു നിയമം ആ ഒരു രാജ്യത്ത് നിലനിൽക്കുന്നില്ല, അത് ഈ ഒരു ബ്ലാക്ക് പീപ്പിൾസിന് എതിരായിട്ട് വൈറ്റ് പീപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു നിയമമാണ്, അല്ലാണ്ട് രാജ്യത്തിൽ അങ്ങനത്തെ ഒരു നിയമം പ്രാബല്യത്തിലില്ല. സോ അതെന്താണ്, അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണെന്ന് സുപ്രീം കോർട്ട് ജഡ്ജിമാർ പറയുകയാണ്. ഓക്കെ, സോ ഇറ്റ് വാസ് ദാറ്റ് റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ ആൻഡ് മൂവ്ഡ് എ മില്യൺ മൈൻഡ്സ്. അപ്പോൾ ഇതാണ് റോസ പാർക്സ് ആ ഒരു സ്ഥലത്തു നിന്ന് മൂവ് ചെയ്യാതെ ആ സീറ്റിൽ തന്നെ ഇരുന്ന ആ ഒരു കാര്യം, അത് ഒരുപാട് ആളുകളെ മനസ്സിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഷീ ബിഗാൻ ദ ബ്ലാക്ക് അമേരിക്കൻ പീപ്പിൾസ് ഫൈറ്റ് ഫോർ ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ എന്താ പറയുന്നത്, റോസ പാർക്സ് ആണ് ബ്ലാക്ക് അമേരിക്കൻ പീപ്പിളിൻ്റെ ഒരു ഫൈറ്റ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്, നിയമത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള, എല്ലാ മനുഷ്യർക്കും തുല്യ നിയമവും തുല്യ നീതിയും വേണം എന്നുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് ആരാണ്, റോസ പാർക്സ് ആണ്. അമേരിക്കൻസ് കോൾ ഹെർ ദ മദർ ഓഫ് ദ ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. അമേരിക്കൻസ് അവളെ എന്താണ് വിളിച്ചിട്ടുള്ളത്, മദർ ഓഫ് ദ ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പൗരാവകാശമാണ്. അപ്പം എന്താണ്, കറുത്ത വർഗ്ഗക്കാരുടെ പൗരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ മദറായിട്ടാണ് അമേരിക്കൻസ് അവളെ വിളിച്ചിട്ടുള്ളത്. സിവിൽ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ഓഫ് എ കൺട്രീസ് സിറ്റിസൺസ്. അപ്പോൾ സിവിൽ റൈറ്റ്സ്, പൗരാവകാശം എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ്സ് ഓഫ് എ കൺട്രീസ് സിറ്റിസൺസ്, ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് എന്ത്, പൗരാവകാശം എന്ന് പറയുന്നത്. മെനി ഇയേഴ്സ് ബിഫോർ റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ ഇൻ ദാറ്റ് ബസ്. അപ്പം റോസ പാർക്സ് ആ ഒരു ബസ്സിൽ എഴുന്നേൽക്കാതെ ഇരുന്നിട്ടുള്ള ആ ഒരു സംഭവത്തിന് ഒരുപാട് വർഷം മുൻപ് സംതിങ് എൽസ് ഹാഡ് ഹാപ്പൻ ഇൻ അനദർ കൺട്രി. എന്തോ ഒന്ന് മറ്റൊരു കൺട്രിയിൽ, മറ്റൊരു രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്താണത്, എ മാൻ കോൾഡ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സാറ്റ് സ്റ്റിൽ ഇൻ എ ട്രെയിൻ ഇൻ സൗത്ത് ആഫ്രിക്ക. ആരാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ആരാണ്, നമ്മളുടെ സ്വന്തം ഗാന്ധിജി അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സാറ്റ് സ്റ്റിൽ ഇൻ എ ട്രെയിൻ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ട്രെയിനിൽ എഴുന്നേറ്റ് കൊടുക്കാതെ ഇരുന്നിട്ടുള്ള ഒരു സംഭവം നമ്മളുടെ റോസ പാർക്സിൻ്റെ സംഭവത്തിന് ഒരുപാട് വർഷം മുൻപ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആരാണ്, നമ്മളുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി അല്ലേ. ഹി റെഫ്യൂസ് ടു ഗെറ്റ് ഓഫ്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേക്കാൻ തയ്യാറായില്ല. ദ വൈറ്റ് പാസഞ്ചേഴ്സ് ത്രൂ ഹിം ഔട്ട്. വൈറ്റ് പാസഞ്ചേഴ്സ് എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ ട്രെയിനിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. ദർ ആർ മെനി അതർ സ്റ്റോറീസ് ഓഫ് ഹിസ് കറേജ്. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ആൻഡ് ഓഫ് ദ കറേജ് അതേഴ്സ് ഗോട്ട് ഫ്രം ഹിം ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. മറ്റുള്ളവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള, അതായത് അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന സ്റ്റോറിയിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.